ഞാൻ ഡോക്ടർ ബിനിയ, ബെത്സൈദ ഹോമിയോ ക്ലിനിക്, കലൂർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുതികാൽ വേദന അല്ലെങ്കിൽ ഹീൽ പെയിൻ എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇതിന്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, എങ്ങനെ നമുക്ക് പ്രകൃതിദത്തമായി ഇതിനെ തടുക്കാം എന്നൊക്കെയാണ് നോക്കുന്നത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പൊ എന്താണ് ഹീൽ പെയിൻ എന്നുള്ളത്? ഒരുപാട് പേർ പറയുന്ന, എല്ലാ പ്രായത്തിലുള്ളവരും പറയുന്ന ഒരു അവസ്ഥയാണ് ഉപ്പൂറ്റി വേദന അല്ലെങ്കിൽ ഉപ്പൂറ്റി വേദനയോട് ചേർന്ന് നിൽക്കുന്ന വേദനകൾ. അതിന്റെ എല്ലാ പ്രായക്കാരിലും ഉള്ള ഈ ഒരു അവസ്ഥ കൂടുതൽ നിൽക്കുന്നവരിൽ, കൂടുതൽ നിന്ന് വർക്ക് ചെയ്യുന്ന പല ജോലികളും ഉണ്ടല്ലോ നമുക്ക്, അതേപോലെ നിന്ന് വർക്ക് ചെയ്യുന്നവരിലും അതേപോലെ തന്നെ നടന്നു പോകേണ്ട അവസ്ഥ ഉള്ളവർക്കുമാണ് കൂടുതലായിട്ട് ഈ ഒരു ഉപ്പൂറ്റി വേദന കാണുന്നത്. അപ്പൊ അതിന്റെ കാരണങ്ങൾ നോക്കിയാൽ പ്ലന്റാർ ഫേഷ്യാറ്റിസ്, അതായത് ഈ കുതികാല് മുതൽ കാൽ വിരലുകൾ വരെയുള്ള ലിഗമെന്റിന്റെ വേദന അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ, അതായത് വീക്കം കൊണ്ടുണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. ആ സമയത്ത് ആ ഭാഗത്ത് വേദന വരാറുണ്ട്. ഇനിയുള്ളത് എക്വിലിസ് ടെൻഡിനൈറ്റിസ്. ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുതികാല് മുതൽ കാഫ് മസിൽ വരെ, മുകളിലോട്ട് കാഫ് മസിൽ വരെയുള്ള ലിഗമെന്റിന്റെ അല്ല, ടെൻഡന്റെ വേദന കൊണ്ടും അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ കൊണ്ട് ആ സമയത്ത് ചിലപ്പോൾ വീക്കമോ അല്ലെങ്കിൽ അതിനോട് വലിച്ചിലോ ഒക്കെ തോന്നിയിട്ട് ആ ഒരു പ്രശ്നം കൊണ്ടാണ് എക്കിലോ ടെൻഡിനൈറ്റീസ് ഉണ്ടാകുന്നത്. ഇത് ടെൻഡന്റെ പ്രോബ്ലമാണ്. ഇങ്ങനെ ഒരു വേദനയും കണ്ടുവരാറുണ്ട്. ഇനി ഹീൽ സ്പർ, അതെല്ലാവരും പറയുന്നതാണ്. അതായത് ഈ ഹീലിന്റെ ഉള്ളിലെ അസ്ഥിയിൽ ഉണ്ടാകുന്ന കാൽഷ്യത്തിന്റെ ഡിപ്പോസിറ്റ്, ചെറിയ രീതിയിലുള്ള കാൽഷ്യം ഡിപ്പോസിറ്റ് വന്നിട്ട് അത് ആ ഭാഗം മാത്രം വരുന്ന ഒരു പോയിന്റഡ് ആയിട്ട് വേദന എടുത്തിട്ട് വരുന്ന ഒരു അവസ്ഥ, അതും ഇൻഫ്ലമേഷൻ ഉള്ള കേസസ് തന്നെയാണ്. ഇങ്ങനെ വരാറുണ്ട്. ഇനി പാദത്തിന് പരന്ന പാദം, അതായത് ആവശ്യത്തിനുള്ള ആർച്ചില്ലാതെ, സോളില് നമ്മുടെ താഴെ കാൽപാദത്തിൽ ഉള്ളില് ഉള്ളംകാലില് ആർച്ചില്ലാത്തത് കൊണ്ടും പരന്ന പാദങ്ങളായതുകൊണ്ടും നമുക്ക് എന്തുണ്ടാവും? അങ്ങനത്തെ കേസസിലും നമുക്ക് കുറെ നടന്നു കഴിഞ്ഞാൽ ഈ ഒരു ഹീൽ പെയിന് ഉണ്ടാകാറുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെയാണ് പ്രധാന കാരണങ്ങൾ. ഇതിന് പുറമെ നമുക്ക് എന്താണ്, വെയിറ്റ് കൂടുന്നു. ഇപ്പൊ ഒരു മെലിഞ്ഞിരിക്കുന്ന ആള് പെട്ടെന്ന് വെയിറ്റ് കൂടുന്ന സമയത്ത് ബോഡിക്ക് അത് ആ ഒരു കാര്യത്തോട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്ന സമയത്ത് വെയിറ്റ് കൊണ്ട് കാലിന്റെ ഉപ്പൂറ്റി വേദനിക്കാറുണ്ട്. അപ്പം അത് ഒരു കാരണം. പിന്നെ ഉള്ളത് യൂറിക് ആസിഡ്. യൂറിക് ആസിഡ് ഉള്ള ആളുകളിൽ, അതായത് നമ്മുടെ യൂറിൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂറിയ, ക്രിയാറ്റിൻ, യൂറിക് ആസിഡ്, ഇതിൽ യൂറിക് ആസിഡ് നോർമലിനും മോശമായിട്ടാണ് ഉള്ളത് എങ്കിൽ ഈ ഉപ്പൂറ്റിയും അതിനോട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലും നീര്, വേദന, ചുമന്ന നിറം ഇങ്ങനെയൊക്കെ കാണാറുണ്ട്. ഇതൊക്കെയാണ് ഇതിലെ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന, അതായത് ഇങ്ങനെ ഒരു ഉപ്പൂറ്റി വേദന വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി ഉള്ളത് ഇതിന്റെ ലക്ഷണങ്ങൾ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഉപ്പൂറ്റിയിൽ നല്ല പോലെ വേദന, കുത്തുന്ന പോലത്തെ വേദന, ചിലത് പോയിന്റഡ് പെയിൻ ആയിരിക്കാം, ചിലത് ഇങ്ങനെ വലിച്ചല് പോലത്തെ ആയിരിക്കാം, അല്ലെങ്കിൽ നല്ല പോലെ കടയണ, അങ്ങനത്തെ ഒരു നല്ലൊരു കഴപ്പ് പോലത്തെ വേദനയായിരിക്കാം. ഇത് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഭയങ്കര സ്റ്റിഫ്നെസ്സും നടക്കാൻ പറ്റാതെ വരുന്നതും ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ കൂടെ തന്നെ നീര്, വേദന, ചൂട് ഒക്കെ അനുഭവപ്പെടുന്ന കേസുകളും ഉണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങളായിട്ട് പേഷ്യൻസ് വരുന്നത്. ഇനി എങ്ങനെ നമുക്ക് ഇതിനെ പ്രകൃതിദത്തമായി മരുന്നുകൾ ആവശ്യമെങ്കിൽ മരുന്നുകൾ കഴിക്കാം, അല്ലാത്ത പക്ഷം നമുക്ക് ഇതെല്ലാം ചെയ്തിട്ട് കുറഞ്ഞില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഡോക്ടറെ പോയി കണ്ടാൽ മതി എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നത്. പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഐസ് പാക്ക്. ഐസ് പാക്ക് എങ്ങനെയാണ് വെക്കേണ്ടത്? നല്ല രീതിയിലുള്ള ഐസ് പാക്ക് നമ്മുടെ ഹീൽസിന്റെ അവിടെ വെക്കുകയാണ് വേണ്ടത്. അത് രാവിലെയും വൈകിട്ടും ഒരു 10 മിനിറ്റ് നേരം, ഇപ്പോൾ പോകുന്ന ആളുകൾ, ഇപ്പോൾ വർക്കിംഗ് പീപ്പിൾ ഒക്കെ ആണെങ്കിൽ രാവിലെ ഒരു 10 മിനിറ്റ് ഐസ് പാക്ക് വെക്കുക. അതേപോലെ രാത്രി വന്നിട്ടും ഈ ഒരു 10 മിനിറ്റ് ഐസ് പാക്ക് വെക്കുന്നത് വളരെ നല്ലതാണ്. ആ സമയത്ത് ഇൻഫ്ലമേഷൻ നല്ലപോലെ കുറയുന്നതും അതിനോട് ബന്ധപ്പെട്ട വേദനകൾ കുറയുന്നതും കാണാറുണ്ട്. ഇനി നമുക്ക് ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന കേസസ്, ഇന്ദുപ്പ്, അതായത് എപ്സം സോൾട്ട് എന്ന് പറയുന്ന ഈ ഇന്ദുപ്പ് വെള്ളത്തിൽ, ചെറു ചൂടുവെള്ളത്തിൽ അലിയിച്ചിട്ട് ആ വെള്ളത്തിൽ കാല് മുക്കി വെക്കുകയാണെങ്കിൽ അത് ചെയ്യേണ്ടത് ഒരു 15 മുതൽ ഒരു 20 മിനിറ്റ് വരെ നമുക്ക് കാല് മുക്കി വെക്കുകയാണെങ്കിൽ ആ സമയത്തും നമുക്ക് ഒരു ഇൻഫ്ലമേഷനും നീര്, വേദന ഇതൊക്കെ കുറഞ്ഞു വരുന്നത് കണ്ടിട്ടുണ്ട്. ഇനി എക്സർസൈസുകൾ ഞാൻ ആദ്യം പറഞ്ഞു, നമുക്ക് ചിലപ്പോൾ കാഫ് മസിൽ നിന്നുള്ള ടെൻഡന് പ്രശ്നം വരാം, അല്ലെങ്കിൽ നമ്മുടെ ലിഗമെന്റ്, താഴോട്ടുള്ള ലിഗമെന്റിനും പ്രശ്നം വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ കാഫ് മസിൽസിനും പിന്നെ നമ്മുടെ കാൽ വിരലുകൾക്കും സ്ട്രെച്ചിങ് എക്സസൈസ് എല്ലാ ദിവസവും ചെയ്യുന്നത് നല്ലതാണ്.
ഇനി ഇതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഒരു ഒരു ടെന്നീസ് ബോളോ അല്ലെങ്കിൽ എന്തെങ്കിലും കുപ്പിയോ എന്തെങ്കിലും വെച്ച് കാല് വെച്ച് അത് വെച്ച് ഇങ്ങനെ ഉരുട്ടാൻ ശ്രമിക്കുക. അപ്പൊ ഉരുട്ടുന്ന സമയത്ത് നമ്മുടെ എല്ലാ വിരലുകൾക്കും അതേപോലെ തന്നെ നമ്മുടെ കാഫ് മസിലിനും അത്യാവശ്യം സ്ട്രെച്ചിങ് കിട്ടുന്ന ഒരു തരം എക്സർസൈസ് ആണ്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇനി എണ്ണകൾ ഏതെങ്കിലും മുറിവെണ്ണ അല്ലെങ്കിൽ നമുക്ക് അവണക്കെണ്ണ അങ്ങനത്തെയൊക്കെ എണ്ണ ചെറു ചൂടില് ആ ഭാഗത്ത് ഹീൽസിന്റെ അടിഭാഗത്തും അല്ലെങ്കിൽ സൈഡ് ഭാഗത്തുമായിട്ട് നമുക്കിങ്ങനെ സർക്കുലർ മൂവ്മെന്റിൽ ഇങ്ങനെ ചെയ്തു കൊടുക്കാവുന്നതാണ്. ഒരു മസാജ് പോലെ ചെയ്തു കൊടുക്കാം. ഒത്തിരി പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ രീതിയിൽ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഭക്ഷണത്തിൽ കഴിക്കേണ്ടത് എന്തൊക്കെയാണ്? ഭക്ഷണത്തിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമുക്ക് omega-3 ഫാറ്റി ആസിഡ് കഴിക്കണം. അതിനു വേണ്ടിയിട്ട് വാൾനട്ട്സ് അല്ലെങ്കിൽ സീഡ്സ്, ഇപ്പോൾ ഒരുപാട് സീഡുകൾ അവൈലബിൾ ആണ്. ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഫിഷ് ഇതൊക്കെ omega-3 ഫാറ്റി ആസിഡ് നല്ലോണം തരുന്നു. അത് കാരണം കൊണ്ട് തന്നെ നമ്മുടെ സ്റ്റിഫ്നെസ് ഇതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഇങ്ങനെ ഒരു പിടുത്തമാണ്. ആ പിടുത്തം നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നത് കാണാം. അല്ലെങ്കിൽ സപ്ലിമെന്റ് കഴിക്കുന്നതിന് കുഴപ്പമില്ല. അത് കൂടാതെ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിന് ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു വേദന നീരൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇഞ്ചി ചായ അല്ലെങ്കിൽ പാലിൽ ഇത്തിരി മഞ്ഞൾ കലക്കി അത് കുടിക്കുക, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതും നല്ലതാണ്. ഇനി വെയിറ്റ് കുറയ്ക്കുക. BMI കറക്റ്റ് ആക്കി വെക്കുക. ബോഡി മാസ് ഇൻഡെക്സ് കറക്റ്റ് ആക്കി വെക്കുന്നതിലൂടെ ഒരു ഹൈറ്റിന് അനുപാതമുള്ള വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാലിന് അത്രയും ഭാരം കൊടുക്കാതെയും സ്ട്രെയിൻ കൊടുക്കാതെയും ഇരിക്കുന്നത് വഴി നമുക്ക് കാലുവേദന കുറയുന്നത് കാണാം. ഇനി ഒരുപാട് നിന്ന് പണിയെടുക്കുന്നവർ, ഇപ്പൊ ട്രാഫിക് പോലീസ് അങ്ങനെ കുറെ ഉണ്ടല്ലോ, നേഴ്സുമാര്, ഇങ്ങനത്തെയൊക്കെ ജോലികളിൽ നമുക്ക് അധ്യാപകരെ, ഇവർക്കൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ പറയുന്ന ആളുകൾ കിട്ടുന്ന സമയത്ത് കുറച്ചു നേരമാണെങ്കിൽ കുറച്ചു നേരം ഇടയ്ക്ക് ഇടവേളകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഇടവേളകൾ കൊടുക്കുന്ന സമയത്ത് കാലിന്റെ സ്ട്രെയിന് വളരെയധികം കുറയുന്നതായിട്ട് കാണാം. രാത്രി വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒന്നില്ലെങ്കിൽ കാലിൽ ചൂട് പിടിക്കുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഐസ് പാക്ക് ഉപയോഗിക്കുകയോ ചെയ്യണം. കാലിൽ ഉപയോഗിക്കുന്ന ചെരുപ്പുകൾ ഏറ്റവും ശ്രദ്ധിക്കാനുള്ളതാണ്. ഇപ്പോഴത്തെ ഹീൽസ് ഉള്ള ചെരുപ്പുകൾ ഈ ഒരു ഹീൽ പെയിൻ ഉണ്ടാക്കുന്നുണ്ട്. അല്ല നമുക്ക് കുറച്ച് കാലം കഴിഞ്ഞ് ഇത് തേഞ്ഞ ചെരുപ്പാണ് ഇടുന്നതെങ്കിൽ അതും നമുക്ക് ഈ പറഞ്ഞ പോലെ വേദന ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള ചെരുപ്പുകൾ വേഗത്തിൽ മാറ്റുകയും വേണം. അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുഷനുള്ള ചെരുപ്പുകളാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ട് ഒത്തിരി വേദന കുറയ്ക്കുന്ന ചെരുപ്പുകൾ ഈവൻ ബാറ്റയിൽ പോലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാറുണ്ട് ഇങ്ങനെ വേദന ഉള്ള ആളുകൾ നല്ല കുഷനുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കണം എന്നുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി നടത്തം പിന്നെ വർക്കുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കാലിലെ വേദന കുറയ്ക്കാൻ വേണ്ടി മരുന്നുകൾ എടുക്കുന്ന ആൾക്കാരാണെങ്കിലും അതായത് പേഷ്യൻസ് ആണെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അതിന്റെ കൂടെ ചെയ്തു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി നമുക്ക് ഇതെല്ലാം ചെയ്തിട്ടും നമുക്ക് ശരിയാവുന്നില്ല കാലിലെ വേദന, യൂറിക് ആസിഡ് അത് എപ്പോഴും ശ്രദ്ധിക്കണം. അത് ഞാൻ വിട്ടുപോയി പറയാനായിട്ട്. യൂറിക് ആസിഡും ഈ പറഞ്ഞ പോലെ തന്നെ യൂറിക് ആസിഡ് കൊണ്ടാണ് നിങ്ങൾക്ക് സോളിൽ അല്ലെങ്കിൽ ഉപ്പൂറ്റി ഭാഗത്ത് വേദന എങ്കിൽ അത് കുറയ്ക്കുന്നതിനുള്ള മരുന്നുകളും കഴിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാൻ കഴിയുക എന്നുള്ളത്. അതിൽ നമുക്ക് ബുദ്ധിമുട്ട് വന്നാൽ അത് എല്ലാ കാര്യത്തിനും നമ്മുടെ ജീവിതത്തിനെ തന്നെ എഫക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മെഡിസിൻ ആവശ്യമെങ്കിൽ നമുക്കാണെങ്കിൽ ഇപ്പൊ ഹോമിയോയിലാണ് വരുന്നതെങ്കിൽ പ്രകൃതത്തിനനുസരിച്ചുള്ള മരുന്നുകളും അതിന്റെ കൂടെ കാലിന്റെ മസിലാണെങ്കിൽ ടെൻഡൻ ആണോ ലിഗമെന്റ് ആണോ എന്ന് നോക്കിയിട്ട് ആ ഡയഗ്നോസിസിനനുസരിച്ചുള്ള മരുന്നുകളും തരുന്നതാണ്. അപ്പൊ ഈ മരുന്നുകളുടെ കൂടെയും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടിയിട്ട് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ജീവിതശൈലിയിൽ ഈ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമാകുന്നുവെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക്